ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിനുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞത് അടുപ്പത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഊറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം ക്യാരറ്റ് ഉപ്പേരിക്ക് വേണ്ടി അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് സബോള, ഒരു അര സബോള ഞാൻ എടുത്തിരിക്കണം. പകുതി പാവയ്ക്ക മെഴുക് പുരട്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ ഇതിൽ 2 പച്ചമുളക് ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വേണം പാവയ്ക്ക മെഴുക് പുരട്ടി ഉണ്ടാക്കാൻ. രാവിലെ തന്നെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. മോൾക്ക് ചോറ് കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ചായിരുന്നു. അവൾക്ക് ഓംപ്ലേറ്റാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ചമ്മന്തി അരച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചമ്മന്തിയും ഓംപ്ലേറ്റും ആണ് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചേട്ടൻ കഴിക്കാൻ വരും. അപ്പോൾ അതിനായിട്ട് പാവയ്ക്ക മെഴുക് പുരട്ടിയും ക്യാരറ്റ് ഉപ്പേരിയും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ്. ഇനി നമുക്ക് തേങ്ങയും കൂടെ പൊട്ടിച്ചിട്ട് അതൊന്ന് ചിരവിയിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ. അതിൽ വെള്ളം മൊത്തം പോയി, കുറച്ച് വെള്ളം കിട്ടി. അപ്പോൾ അത് ഞാൻ കുടിച്ചു. നമുക്കിതൊന്ന് ചിരവിയെടുക്കണം. ഞാനിതിലേക്ക് ക്യാരറ്റിലേക്ക് ഞാൻ ഈ തേങ്ങയും കൂടി ആഡ് ചെയ്യാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്കിത് മാറ്റി വെച്ചിട്ട് മെഴുക് പുരട്ടിയും കൂടെ ഉണ്ടാക്കാം. പാവയ്ക്ക മെഴുക് പുരട്ടി. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്കതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതും സബോളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഞാൻ കയ്പ്പ് ഇല്ലാതെ വെള്ളം വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയ്പ്പ് അധികം ഉണ്ടാവില്ല. ചില പാവയ്ക്ക് നല്ല കയ്പ്പുണ്ടാകും. വെള്ള പാവയ്ക്കാണെങ്കിൽ കയ്പ്പുണ്ടാകും, നാടൻ പാവയ്ക്ക് കയ്പ്പുണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയ്പ്പുണ്ടാകില്ല. കറി മെഴുക് പുരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടി ആഡ് ചെയ്യാണ്. ഒരു തക്കാളിയും കൂടെ ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും മെഴുക് പുരട്ടിക്ക്. പിന്നെ അങ്ങനെ അതൊന്നും മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ആ ഊറ്റി വെച്ചിരുന്ന പാവയ്ക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വട്ടത്തിലാണ് ഫ്രണ്ട്സ് അരിഞ്ഞിരിക്കുന്നത്. ചേട്ടന് ഇങ്ങനെ അരിഞ്ഞാലേ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വെച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പാവയ്ക്ക മെഴുക് പുരട്ടി ഓരോ വിധത്തിലാണ് ഉണ്ടാക്കുന്ന ആൾക്കാർ. എനിക്ക് ചേട്ടനും വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണേ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവണ വരയ്ക്ക് നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പുറത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെക്കണം. പിന്നെ അടുപ്പൊക്കെ ഒന്ന് വേഗം സമയം കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി വിടും.
ഇനി നമുക്ക് മുട്ട പൊരിക്കാനുള്ള സബോളയും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തായിരുന്നു. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത പാവയ്ക്ക മെഴുക് പുരട്ടി റെഡിയാവും. ഇനി ഉച്ചക്കത്തുള്ള കുറച്ച് ഫ്രൂട്ട്സ് പൊളിച്ച് വെച്ചതാണ്. മാതളമ്പഴമാണ് പൊളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് സബോളയും കൂടെ ചോപ്പറിലിട്ട് എടുത്ത് വെക്കുകയാണ് മുട്ട പൊരിക്കാനായിട്ട്. നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓരോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് വെക്കണം, നല്ലതല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് നല്ല മഴയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറച്ച് ഈ കാന്താരി മുളക് എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കാന്താരി മുളക് ഒരു 5-6 പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഫാൻ വെച്ച് മുട്ട പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കാന്താരി മുളകും ചോപ്പറിലിട്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഫ്രിഡ്ജിൽ 2 മുട്ടയും കൂടി എടുക്കാൻ വന്നതാണ്. അങ്ങനെ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ചോപ്പറിലിടാണെങ്കിൽ എളുപ്പമാണ്. 2 അടി അടിച്ച ചോപ്പറിൽ ചെറുതായിട്ട് നമുക്ക് എടുത്ത് നമുക്ക് എളുപ്പത്തിൽ മുട്ട തോരൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓംപ്ലേറ്റ് നല്ല എളുപ്പമാണിത് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ മിക്സാക്കി കൊടുക്കുകയാണ്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എടുത്തേ. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ കറികളൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഇടയ്ക്ക് കഴുകാനിട്ടായിരുന്നു, അതും കൂടെ കഴുകി എടുത്ത് വെച്ചിട്ട് നമുക്ക് കറികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് രാവിലെ വെച്ചതാണ്. പിന്നെ പാവയ്ക്ക മെഴുക് പുരട്ടി, ക്യാരറ്റ് ഉപ്പേരി, മുട്ട പൊരിച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കഞ്ഞിയുടെ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട് വെള്ളത്തിന് പകരം. പിന്നെ രാവിലെ ഈത്തപ്പഴം എടുത്ത് വെച്ചായിരുന്നു മോൾക്ക്, രാവിലെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ പണികളൊക്കെ ഒരുവിധം ഒരുങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.